did Zen happen? ഞങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഈ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു തുടങ്ങി. അപ്പൊ ആ സാറ്റിസ്ഫാക്ഷന്റെ ആ ഒരു ഫീലിന്റെ പിന്നാലെ പോയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ടീച്ചിങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാഷനാണ്. അപ്പോൾ അങ്ങനെ അവസരങ്ങൾ തേടി ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോകും. ആ അവസരങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടി. ആ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് പിന്നീട് ഞങ്ങളുടേതായ രീതിയിൽ പലതും പുതിയ പുതിയ വിഷൻസ് ഒക്കെ ആലോചിക്കാൻ തുടങ്ങി. So after 4 to 5 years of ഞങ്ങളുടെ experience, we had our own way of strategies, like how to make students stress free and clear the exams. So അങ്ങനത്തെ ഐഡിയോളജീസ് നമുക്ക് നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫാക്റ്റിൽ നിന്നാണ് ZCA ഉണ്ടാകുന്നത്. സോ വെൻ ടു പീപ്പിൾ വിത്ത് ദ സെയിം മൈൻഡ് സെറ്റ് മീറ്റ് ഓർ സെയിം ഐഡിയോളജീസ് മീറ്റ്, മാജിക് ഹാപ്പൻ. What makes Zen stand out? എല്ലാ CA സ്റ്റുഡൻസ് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര വർഷത്തെ കോഴ്സാണിത്? നമ്മൾക്കറിയാം ഇതിലൊരു വർഷക്കണക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മളുടെ അടുത്ത് പറയാറ്, ഞങ്ങളെ കൊണ്ട് ഇത് എത്തുന്നില്ല, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുന്നില്ല, ഇത്രയും നേരം ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരോട് പറയാറുള്ളത്, നീ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കൊന്നും വേണ്ട, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് തുടക്കത്തിൽ പറയാറ്. എന്നിട്ട് അവർക്ക് കുറച്ചായിട്ട് ടാർഗറ്റുകൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് അവരെ അതിന് പാകപ്പെടുത്തി അവർക്ക് കൂടുതൽ നേരെ ഇരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കിയിട്ട് ഇത് മാറ്റി കൊടുക്കണം. പതുക്കെയാണ്, അതൊരു ഗ്രാജുവൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാറ്. ഒരിക്കലും നീ ഇത്ര മണിക്കൂർ ഇരുന്നില്ല എന്നാണെങ്കിൽ നീ ഈ കോഴ്സിന് ഫിറ്റ് അല്ല എന്ന് നമ്മൾ പറയാറില്ല. നിന്നെ കൊണ്ടാവും, പതുക്കെ ചെയ്താൽ മതി എന്നാണ് തുടക്കത്തിൽ പറയാറ്. ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ പ്രഷർ അവിടെ കൊടുക്കാറില്ല. സിമിലർലി ഓരോ കുട്ടികളും അവരവരുടെ കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. സർ ഒരു മോർണിംഗ് പേഴ്സൺ ആണ്, ഞാനൊരു നൈറ്റ് ഔളാണ്. എനിക്ക് എൻ്റെ ഒരു ടൈം ഫ്രെയിമിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറുള്ളൂ. സോ വി കീപ്പ് എ സ്ട്രക്ചേർഡ് ടൈം ഫ്രെയിം ഫോർ കവറിങ് ദ ടോപ്പിക്സ്. പോർഷൻസ് കവർ ചെയ്ത് കൊടുക്കാൻ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട്. നമ്മളത് ടൈം ടേബിൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ നിന്ന് പഠിക്കാറ്. അഫ്കോഴ്സ് എക്സാംസ് വയ്ക്കും, വൈവാ സെഷൻസ് ഉണ്ടായിരിക്കും, നമ്മൾ അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഡെയിലി ടാർഗറ്റ്സ് അസൈൻ ചെയ്യുന്നത് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇരുന്ന് പഠിക്കും. സോ 24/7 നമ്മൾ Zen ഓപ്പൺ ആണ്. സോ കുട്ടികൾക്ക് അവരുടെ കപ്പാസിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ് ആൻഡ് അവരുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് 3 അല്ലെങ്കിൽ 45 ദിവസം കൊണ്ട് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. How do things work at Zen? At Zen, we don't select students based on their previous marks. Filtration process ഇവിടെ ഇല്ല. എന്നിട്ടും 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 45 ദിവസം കൊണ്ടോ കുട്ടികൾ ഇത്ര നല്ല പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്യോർലി ബേസ്ഡ് ഓൺ അവർ സ്ട്രാറ്റജി ഓഫ് എക്സിക്യൂഷൻ. സോ ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 40 or 50 ഡേയ്സിൻ്റെ അകത്ത് പോർഷൻസ് കവർ ചെയ്യും. ഓക്കെ, എല്ലാ പോർഷൻസും കവർ ചെയ്തതിന് ശേഷം വി എൻഷുർ ദാറ്റ് വി സ്റ്റാർട്ട് അവർ എക്സാംസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, സോ 3 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് റഫ്ലി ഒരു 100 ഡേയ്സ് ഒക്കെയാണ് ഓൾ ടുഗദർ എക്സാമിന് വരും. So ആദ്യത്തെ ഒരു 50 days for completion of portion and last 50 days we target towards revision. So എത്ര റൗണ്ട് റിവിഷൻ ചെയ്യുന്നോ അത്രയും പാസ്സാകാനുള്ള ചാൻസ് ആണ്. For that we conduct multiple exams here for both descriptive as well as MCQ sessions, and then daily basis vivas നടക്കും for theory subjects. And on that basis ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് 100 ദിവസം ആകുമ്പോഴേക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടായിട്ട് നമ്മൾ ഇവർക്കൊരു മോക്ക് എക്സാംസ് 100 റൗണ്ട്സിൻ്റെ 2 മോക്ക് എക്സാംസും കണ്ടക്ട് ചെയ്യും. സോ ഇത്രയും ഒരു പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ കുട്ടികൾ ഇത്രയും ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പാസ്സാവാൻ കേപ്പബിൾ ആയിട്ട് പോവുകയാണ്. Why residential? CA എന്ന് പറഞ്ഞ കോഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള 8 to 9 hours ഓഫ് റൂട്ടീൻ ടൈം ടേബിൾ ഫോളോയിങ് ആണ്. കമ്പയർഡ് ടു ഡേ സ്കോളർ സ്റ്റുഡൻസ്, റെസിഡൻഷ്യൽ സ്റ്റുഡൻസിന് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ടൈം യൂട്ടിലൈസ് ചെയ്യാൻ റെസിഡൻഷ്യൽ ബാച്ചസിൽ പറ്റും. സോ നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം 3 months അല്ലെങ്കിൽ 45 days ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു 8 to 9 hours മിനിമം പഠിക്കുമെന്ന് ഞങ്ങൾക്ക് എൻഷുർ ചെയ്യാനും പറ്റും. അതോടുകൂടി ആ കുട്ടികൾ പാസ്സാവും എന്നുള്ളൊരു കൺഫർമേഷൻ ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാനും പറ്റും. എല്ലാ ദിവസവും നമ്മൾ
ഒരു 9 മുതൽ 12 മണിക്കൂർ വരെയുള്ള സ്റ്റഡി പ്ലാൻ, ഇവർക്ക് എങ്ങനെ ഇവരുടെ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത് തന്നെ ഇവർക്ക് ഓരോ ടാർഗറ്റ് കൊടുക്കാനും മറ്റുമൊക്കെയുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് ആ ഒരു 12 മണിക്കൂർ നമ്മളുടെ കയ്യിൽ കിട്ടിയാലാണ്, ഇൻക്ലൂഡിങ് ഇവരുടെ റിഫ്രഷ്മെന്റ് ടൈം കൂടി ചേർത്തിട്ട് ഒരു 12 മണിക്കൂർ കയ്യിൽ കിട്ടിയാലാണ് നമ്മളുടെ പ്ലാന് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളുടെ എക്സ്പീരിയൻസ് ഫുള്ളി അതിൽ എക്സിക്യൂട്ട് ചെയ്ത് അവരെ ആ സക്സസ്ഫുൾ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു റെസിഡൻഷ്യൽ കിട്ടിയേ പറ്റുള്ളൂ. How do you ensure discipline at Zen? ഈ സെൻ എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് തന്നെ ബുദ്ധിസ്റ്റ് ടീച്ചിങ് ആയിട്ടുള്ള യു യുവർ സെൽഫ് മസ്റ്റ് സ്ട്രൈവ് എന്നുള്ള ഫിലോസഫിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് മാർക്കിൻ്റെ ഒരു അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നത് ദെയർ ഡിസയർ ടു ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അവർക്ക് ആഗ്രഹമുണ്ടോ, ഞങ്ങളതിന് കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് അറ്റം വരെയും സപ്പോർട്ട് ചെയ്യാനും അറ്റം വരെയും പോകാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് അപ്രോച്ചാണ് ഏറെക്കുറെ നമ്മളിവിടെ ഫോളോ ചെയ്യാറ്. What is the message that you want to give to students and parents watching this video? നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടാതെ, കഷ്ടപ്പെട്ട് പഠിക്കാതെ, ഇഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പർസ്യൂ ചെയ്യാം. അതാണ് സെൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. സോ ഈ ഒരു സിസ്റ്റത്തിൻ്റെ റിസൾട്ടായിട്ടാണ് സെന്നിൽ നിന്ന് വെറും 2 വർഷം കൊണ്ട് 100+ സ്റ്റുഡൻസിന് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രോസസ്സ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആവും. അങ്ങനെ ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നല്ലൊരു പ്രൊഫഷണൽ ആവൂ എന്നാണ് സെൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റിമണിയാണ് സെന്നിൽ നിന്ന് പാസ്സായി പോയ കുട്ടികൾ. അവർ ഇന്നും സെന്നിൻ്റെ ഫാമിലിയാണ്. ആൻഡ് വി ആർ സോ പ്രൗഡ് ടു പ്രൊഡ്യൂസ് qualified chartered accountants and happy human beings.